ഗൈസ്, നമ്മൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് എടുക്കുന്നത്. ബൈ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐ ആം സർഗ, മൈ സിസ്റ്റർ ഈസ് സ്വാതി. ഞങ്ങൾ ട്വിൻസ് ആണ്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ട്വിൻ ടൈൽസ് എന്നാണ്. ഇങ്ങനെയൊക്കെയല്ലേ ഗൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്വാതിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് താഴെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കണ്ടോ. അവൾക്ക് ഇങ്ങനെ എനിക്കായിരുന്നു പിന്നെ ക്രൈസ് ഗൈസ് വീഡിയോ ഒക്കെ എടുക്കണം. പക്ഷേ ഒരു കാര്യമില്ലാതെ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു അങ്ങനെയല്ല, നമ്മളത് കൊണ്ട് കളയും. അപ്പം അത്രയും പൈസ പോലെ നമുക്ക് കുറ്റബോധം തോന്നും. ഇപ്പം എനിക്ക് ആ കുറ്റബോധം തോന്നുന്നുണ്ട്. വീഡിയോ ചെറുതായിട്ട് ക്ലിക്ക് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാം. ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. പക്ഷേ ഷോർട്ട് വീഡിയോയുടെ ലെങ്ത് ഒന്നല്ല, ഇതിന് കുറച്ചധികം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം, ഞങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് അറിയുള്ളൂ, നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന പല വീഡിയോയ്ക്ക് ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ഒന്നും കിട്ടാറില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത വീഡിയോ ഉണ്ടാവും, ചിലപ്പോൾ ഇഷ്ടമുള്ള വീഡിയോ ഉണ്ടാവും. ഞാനിന്ന് ജസ്റ്റ് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു. പക്ഷെ കറണ്ട് ഞങ്ങൾക്ക് 26 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ വലിയതാണ്. പക്ഷെ നിങ്ങൾക്കത് എത്രയാണെന്ന് അറിയില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു യൂട്യൂബർ ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു 1 മില്യൺ 15K 15K 50K അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹാപ്പിനെസ്. നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ രീതിയിൽ നടന്നാൽ പോലെ. അങ്ങനെയല്ലേ പഴഞ്ചൊല്ലാണോന്ന് എനിക്കറിയില്ല, ഒരിത് പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ 26 സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ 26 സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെങ്കിലും ഉണ്ടാവും ഈ വീഡിയോ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക്, ഇഷ്ടപ്പെട്ട വീഡിയോ മാത്രം തിരഞ്ഞെടുത്ത് ഒരു ലൈക്കും ഒരു കമൻറ്റ് മാത്രം വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 10, 9, 20 അത്രയും ലൈക്ക് കിട്ടിയാൽ വലിയൊരു ഇതാണ്. ഞങ്ങളുടെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഒരു ചൈനക്കാരൻ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, അത് ഒരു കമൻറ്റ് മാത്രം. അപ്പോൾ എന്താ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഒരിതായിരുന്നു. നമ്മുടെ നറൂട്ടോ ആ ഒരിതിൽ മാതാവിനെയും കുഞ്ഞിനെയാണ് ഞങ്ങൾ എടുത്തത്. അതിനകത്ത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സ്, ഞങ്ങൾ വലുതായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. കാരണം ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇട്ടിട്ടും എന്താ കാര്യം? അതുകൊണ്ട് വീഡിയോസൊക്കെ കുറവാണ്. ക്യാമറ ചെറുതായി ഒന്നും വിചാരിക്കരുത്. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് വല്ല ഇതും നിങ്ങളെ പറ്റി എന്തെങ്കിലും കുത്തി പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ, കുഴപ്പമില്ല. ഞങ്ങൾ അത് കേൾക്കാൻ ബാധിതരാണ്. അപ്പം ഒരു വീഡിയോ കണ്ട് ഒരു ലൈക്ക് ഇട്ടൂടെ? കഷ്ടമുണ്ട്. ഞാനിന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ കുറ്റബോധം തോന്നി ഗൈസ്. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കുക ഗൈസ്. പക്ഷേ ഞങ്ങളെപ്പോലെ കുഞ്ഞ് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അവരൊക്കെ ചാനൽ തുടങ്ങുമ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. പക്ഷേ ഇത് 1 ഇയറോ 2 ഇയറോ 3 ഇയറോ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ വീഡിയോസ് ഇടാനേ തോന്നാറില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ നെഗറ്റീവ് കൊണ്ടുപോകാനുള്ള, നിങ്ങളെ ലാഗും ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തത്. കുഞ്ഞു വീഡിയോ ആണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഇട്ടോ, അത് കേൾക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ബാധിതരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ബൈ.